ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ കടുക് ഇട്ടു, കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ മുളക് ഇട്ട് ഇനി കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, കരിവേപ്പില, ബീൻസ് അരിഞ്ഞതാണ് ഇതിവിടെ വഴറ്റണം. അതിനകത്ത് ഓൾറെഡി നമ്മൾ സെമലിൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അമൂൽ ഗീയാണ് ഉപയോഗിച്ചേക്കുന്നത്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് തീ കൂട്ടി വെക്കുകയാണ്. ഒരു തീ കുറച്ച് വെച്ചിരുന്നത് നമ്മുടെ ക്യാരറ്റ്, പച്ചമുളക്, കരിവേപ്പില നമ്മൾ വഴറ്റും. ഇച്ചിരി ഉപ്പൂടെ അല്പോലെ നമ്മൾ കൂട്ടും. നമുക്കൊന്ന് അടച്ചു വെക്കാം 2 മിനിറ്റ്. നമുക്ക് പച്ചമുളകും കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്ത് ഓൾറെഡി നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് അത് ഓഫ് ചെയ്യാം. പച്ചമുളകും ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമുക്ക് നമ്മുടെ ചൂടുവെള്ളം കൂടെ ഒഴിക്കും. ഓൾറെഡി ഫ്രൈ ആയി. ഞാൻ സാധാരണ ഈ സെമലിൻ മാറ്റി വെച്ചിട്ട് ഇതെല്ലാം വഴറ്റിയിട്ടാണ് ഇത് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ സെമലിടുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഇപ്പോൾ ചെയ്യും. ഇനി നമുക്ക് ചൂടുവെള്ളം തീ കുറച്ച് ഇറക്കി വെക്കും. ഇപ്പോൾ ഉപ്പൂടെ വേണോ ഉപ്പുമാണെന്ന് സെമലിൻ ഉപ്പുമ സാധാരണ ഇവിടെ ആരും കഴിക്കാറില്ല. ഇന്ന് ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് തന്നെ ഞങ്ങളുടെ സർവൻ്റ് വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു കുക്കിംഗ് ചെയ്തതാണ്. അത് വന്നിട്ട് വേറെ കുക്കിംഗ് ചെയ്യും. ഇത് നമ്മുടെ ബ്ലാക്ക് ഗ്രീൻ പീസാണ്. അത് ഒക്കെ കറി വെക്കുകയുള്ളൂ വന്നിട്ട്. അവൾ വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഷോർട്ട് കട്ട് എന്തൊക്കെ വിശക്കും റെഡിയാക്കാം. ഉപ്പുമായും നമ്മൾ പഴവുമാണ് ഇന്നത്തെ മോയും പഴവുമാണ് ഇന്നത്തെ നമ്മുടെ ഇത് നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു 2 മിനിറ്റ് നമ്മളിത് ഒന്ന് ബന്ധാക്കി വെക്കുവാണ് ചെറിയ തീയിൽ. അപ്പം പഴം റെഡി. പിന്നെ നമുക്ക് മുട്ടയും വേണമെങ്കിൽ പുഴുങ്ങാം. മുട്ട വേണ്ടവർക്ക് മുട്ട പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നട്ട്സൊക്കെ ഇരിപ്പുണ്ട്. മുട്ടേനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുഴുങ്ങി കൊടുക്കാം. മുട്ടയും കൂടെ നമുക്ക് പുഴുങ്ങാം. അത് രണ്ടും കൂടെ പുഴുങ്ങാം. പിന്നെ നമുക്ക് മട്ടൻ കറി വെക്കണം. മട്ടൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഉപ്മ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി വന്നു.